കയ്യടി നേടുന്ന പ്രഖ്യാപനങ്ങൾ ക്യാബിനറ്റ് ചേരുന്നതിനു മുൻപേ തുടങ്ങിവെക്കുകയാണ് വി.ഡി. സതീശൻ. ആദ്യം വാഹനവ്യൂഹം വേണ്ട, ജനങ്ങളെ ബ്ലോക്കാക്കിക്കൊണ്ടുള്ള ഗതാഗത പരിഷ്കാരങ്ങൾ വേണ്ട, അധിക സുരക്ഷ വേണ്ട, പൈലറ്റ് എസ്കോർട്ട് മാത്രം മതി. പിന്നീട് ക്ലിഫ് ഹൗസിലും മന്ത്രിമാരുടെ വീടുകളിലും മോടിപിടിപ്പിക്കൽ വേണ്ട എന്നു പറഞ്ഞു. അതിനു പിന്നാലെയാണിപ്പോൾ കൂട്ടത്തോടെ പുതിയ വാഹനം വാങ്ങുന്നത് ഒഴിവാക്കണമെന്നത്. ഇതിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉപയോഗിക്കുന്ന വാഹനമാണിത്. ഇത് പ്രൈവറ്റ് വാഹനമാണ്. അതായത് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വാഹനം അദ്ദേഹം ഈ പെരുമാറ്റച്ചട്ടം വന്നതിന് ശേഷം മാറ്റി ഈ വാഹനത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണവുമായിട്ടൊക്കെ യാത്ര ചെയ്തത്. ഇതിനു പുറമെയുള്ള പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വാഹനം അദ്ദേഹം നിലനിർത്തും. അതിനു പുറമെ മുൻ മന്ത്രി വി.എൻ. വാസവൻ ഉപയോഗിച്ചിരുന്ന വാഹനം, മുൻപ് സൂചിപ്പിച്ചതുപോലെ അവസാന കാലത്ത്, രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും അവസാനമായി വാങ്ങിയ വാഹനമാണ് ആ വണ്ടി. ആ വാഹനമായിരിക്കും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനമായി ഉപയോഗിക്കുന്നത്. പിണറായി വിജയൻ ഉപയോഗിച്ച കറുത്ത കാർ എന്തായാലുമില്ല. ബാക്കിയുള്ള മന്ത്രിമാർക്കൊക്കെ തന്നെ പഴയ മന്ത്രിമാർ ഉപയോഗിച്ച വാഹനങ്ങൾ തന്നെ. എന്തെങ്കിലും തരത്തിലുള്ള അറ്റകുറ്റപ്പണി ഉണ്ടെങ്കിൽ അത് നടത്തിക്കൊടുക്കാൻ പറഞ്ഞു. അല്ലാതെ പുതിയ ഒരു വാഹനവും വാങ്ങണ്ട. ഇന്നോവ ക്രിസ്റ്റകൾക്ക് പുതിയ ഇന്നോവ ക്രിസ്റ്റകളുടെ ബഹളമായിരുന്നു പലപ്പോഴും. അത്തരത്തിലുള്ള ധൂർത്തൊന്നും തന്നെ വേണ്ട എന്നുള്ള നിർദ്ദേശം മുൻ നിയുക്ത മുഖ്യമന്ത്രി നൽകുകയാണ്. ടൂറിസം വകുപ്പാണ് ഇത് വാഹനങ്ങൾ അലോട്ട് ചെയ്യാൻ അവർക്ക് ആ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്.